വാങ്ങിയ വീട് സ്വന്തം പേരിലാക്കാൻ രേഖകൾ ആവശ്യപ്പെട്ട് 1 വർഷമായി 48 തവണയിൽ കൂടുതൽ സർക്കാർ ഓഫീസ് കയറിയിറങ്ങി മടുത്ത യുവാവ് സഹികെട്ട് 1/2 കിലോ ബദാം വാങ്ങി ഉദ്യോഗസ്ഥയുടെ മുന്നിലെറിഞ്ഞു. തിന്നിട്ടെങ്കിലും ഓർമ്മശക്തി വന്ന് തന്റെ ഫയൽ കണ്ടുപിടിച്ചു തരൂ എന്ന് പറഞ്ഞ ശേഷം ഇറങ്ങിപ്പോന്നു. मैडम, आपके लिए मैं बादाम लेकर के आया हूँ। ये देखिए, आपको इसको खाना और आपको जब याद आ जाए कि आपका फाइल कहाँ पर है, आप मेरे को बता देना, ठीक है। 1 साल से जो मेरे को आप घुमा रही हो कि आपका फाइल पता नहीं कहाँ रखा है करके, हो जाए तो आप बता देना। अब बनाइए, कोई नहीं है, आप खाइए बादाम, आप बादाम खाइए आप, और खाने के बाद फिर आपको जब याद आ जाए, मेरा फाइल जो आप घुमा के रखी हो, आपको मिल नहीं रहे जो यहाँ पर 1 साल से मेरे को परेशान करके रखी हो, आप इसको खाइए। जब आप खा लेंगे आपको याद आ जाएगा, इससे याददाश्त तेज होता है बादाम से। जब याद आ जाएगा तो आप मेरे को बता देना कॉल करके, ठीक है। पिछले 1 साल से मैडम जो है मुझे परेशान करके रखी है। मेरा फाइल इनको बिल्कुल मिल नहीं रहा है, कहाँ रखी इनको याद नहीं है। चक्कर लगा के थक गया इससे ऑफिस का। अब मैं क्या करूँ, मेरे पास यही एक साधन था जो कि बादाम जो मैं मैडम के लिए दिया हूँ, अब ये खाएंगी और खाने के बाद इनको याद आ जाएगा मेरा फाइल कहाँ रखी है। ഛത്തീസ്ഗഡിലാണ് സംഭവം. തരുൺ സാഹു എന്നയാൾ 1 വർഷം മുൻപ് പുനർവിൽപ്പനയിലൂടെ ഒരു EWS ഫ്ളാറ്റ് വാങ്ങി. എന്നാൽ സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ചില രേഖകൾ ലഭിക്കാത്തതിനാൽ മ്യൂട്ടേഷൻ പ്രക്രിയ അപൂർണമായി തുടർന്നു. രേഖകളില്ലാതെ ഔപചാരികമായ ഉടമസ്ഥാവകാശം ലഭിക്കാത്തതുകൊണ്ട് അന്നു മുതൽ കയറാൻ തുടങ്ങിയതാണ് തരുൺ സാഹു ഹൗസിംഗ് ബോർഡ് ഓഫീസിൽ. സബ് രജിസ്ട്രാറിന്റെ അടുക്കൽ ചെല്ലുമ്പോഴെല്ലാം ഫയൽ കാണാനില്ല എന്ന് മറുപടി. അങ്ങനെ കയറി 48 തവണ കഴിഞ്ഞു. ഇതോടെയാണ് 1/2 കിലോയുടെ ഒരു പാക്കറ്റ് ബദാമും വാങ്ങി ഓഫീസിൽ ചെന്നത്. തുടർന്ന് പൊട്ടിച്ച് ഉദ്യോഗസ്ഥയുടെ മുൻപിൽ മേശമേൽ വിതറുകയായിരുന്നു. ഇത് കഴിച്ച് ഓർമ്മ വന്നെങ്കിലും തന്റെ ഫയൽ കണ്ടുപിടിച്ചു തരൂ എന്ന് പറഞ്ഞ ശേഷം തരുൺ ഇറങ്ങിപ്പോന്നു. സംഭവം ഏതായാലും കൊണ്ടു. ഉടൻ തന്നെ അന്വേഷണം. ഫയൽ കണ്ടെത്തി. വിവരം മേലധികാരികൾ തരുണിനെ വിളിച്ച് അറിയിക്കുകയും ചെയ്തു. വകുപ്പ് തല അന്വേഷണത്തിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥയെ നിലവിൽ സസ്പെൻഡും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ. In the heart of Malappuram, with traditions weave seamlessly into modernity, KMT tells a story of unity. Redefining beauty, transforming generation. KMT Silks, Perinthalmanna and Kottakkal.